നന്ദലാല ഹേ നന്ദലാല നാടെല്ലാം കണ്ടറിയും നന്ദലി ഇന്ദ്ര നന്ദലി ഇല്ല മാരിവില്ലോ നിന്റെ വർണ്ണമാല രാധയ്ക്കോ കാതുകളില്ല. അങ്ങനെ എന്തോ പാട്ടിട്ടാണ് നമ്മൾ ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോണ വിഷയം ഒരുപാടൊന്നും ഇല്ല. ഇപ്പൊ ബിഗ് ബോസ് വെറും ഉടായിപ്പായിട്ട് വരികയാണ്. അപ്പം എന്തായാലും നിങ്ങൾ ആദ്യമായിട്ട് എന്റെ വീഡിയോ കാണുന്ന ആൾക്കാരാണ്, നിങ്ങൾ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കമന്റ് മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യുക. എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവരും കണ്ട് പോവാതെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും നമ്മളെ ഓളും ബെല്ലൊക്കെ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഒന്ന് പച്ച പിടിച്ച് പോകും. മീൻസ് എന്ന് വെച്ചാൽ കുറച്ച് കണ്ടന്റ് ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും പുതിയ പുതിയ വീഡിയോ ഒക്കെ ക്രിയേറ്റ് ചെയ്യാനൊക്കെ നമുക്കൊരു ഉത്സാഹം വരും. പക്ഷെ നിങ്ങൾ അതൊന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഉത്സാഹമൊക്കെ പോയി വെറും ചത്ത കോഴി പോലെ ആയി പോകും. അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കണം കേട്ടോ. അപ്പൊ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ രാവിലെ തന്നെ എല്ലാവരും കൂടി ജിൻഡുവിന്റെ മണ്ടയിൽ കൊണ്ടുവന്ന് എല്ലാം വെക്കുകയും ജിൻഡോ ചെയ്യണ എല്ലാം മോശമാണ് എന്നൊക്കെ ഉള്ള കുറച്ച് ഗബ്രിയും കറിയല്ലോ വട്ടം കൂടി ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരമുണ്ട്. അതില് സിജോ നമ്മളെ രതീഷിനെ ഇട്ട് കൂട്ടുന്നുണ്ട്. രതീഷ് ഇവിടെ ആദ്യം വന്നപ്പോൾ ഭയങ്കര ഇതായിരുന്നു, പടക്കം ഒരു ഓവറായിട്ട് ആയിരുന്നു. കാരണം പുള്ളിക്കാരൻ വന്ന സമയത്ത് പുള്ളിക്കാരൻ ഇച്ചിരി ഓവറായിരുന്നു. ആവശ്യമുള്ള സാധനങ്ങൾ കുറച്ച് ഓവറായിട്ട് കൊടുത്തു. അതാണ് പുള്ളി ചെയ്ത തെറ്റ്. നമുക്ക് ആവശ്യമുള്ള സാധനമാണ് ഈ ബഹളം ഉണ്ടാക്കുക, വഴക്കുണ്ടാക്കുക എന്നുള്ളതൊക്കെ ഒരു ആവശ്യമുള്ള സാധനമാണ്. ബിഗ് ബോസ് മെറ്റീരിയലാണ് സംഭവം. പുള്ളിക്കാരൻ പക്ഷെ ഓവറായി പോയി. അതിനെ പറ്റിയിട്ട് സിജോ പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പം നമ്മുടെ ഗബ്രിയും കൂട്ടുപിടിച്ച് പറയും. പക്ഷെ സിജോ മോശമായിട്ടൊന്നും പറഞ്ഞില്ല. പക്ഷെ ഗബ്രി ഇത്തിരി മോശമായിട്ട് സംസാരിച്ചു, കപ്പും കൊണ്ടൊക്കെ അങ്ങനെയൊക്കെ എന്തോ പറയുന്നത് കേട്ടു. പക്ഷെ പുള്ളിയുടെ പഴയ സ്വഭാവമാണെന്നുണ്ടെങ്കിലും, പുള്ളി ഇപ്പോൾ ഇവിടെ കണ്ടസ്റ്റന്റ് ആണ് എന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഗബ്രി ആ വർത്തമാനം കൊണ്ട് നിർത്തുമായിരിക്കും. കാരണം അമ്മാതിരി അണ്ണാക്കിലടി അണ്ണം കൊടുക്കും. അത് വേറെ കേസ്. രതീഷ്. അത് കഴിഞ്ഞ് നമ്മളെ സായിക്ക് ഇന്നലെ പ്രശ്നമുണ്ട്. പുള്ളിക്കാരൻ എന്തോ ബുദ്ധിമുട്ട് കാര്യമായിട്ട് സംഭവിച്ചിരിക്കുന്നു. അങ്ങനെ കൺഫെഷൻ റൂമിൽ പോയി ബിഗ് ബോസിനോട് കാര്യം പറഞ്ഞു. എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സായി മനഃപൂർവ്വം ഇവിടുന്ന് മുങ്ങാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. കാരണം സായിന്റെ സംസാരത്തിലുണ്ട് ആ ഒരു സംഭവം. പുള്ളിക്ക് വേദന ആയിരിക്കാം, ചിലപ്പോൾ അവന്റെ അഭിനയമായിരിക്കാം. പക്ഷെ അഭിനയം ആണെന്നുണ്ടെങ്കിൽ എന്റെ പൊന്നളിയാ ഇവന് അവാർഡ് കൊടുക്കേണ്ടി വരും. കിടില അഭിനയം. ബിഗ് ബോസിനെ വരെ അലിപ്പിക്കുക എന്നുള്ള അഭിനയിക്കും. അങ്ങനെ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ഞാൻ പറയണത്. പക്ഷെ പുള്ളിക്കാരന് എത്രമാത്രം അസുഖം ഉണ്ട് എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ, എത്രമാത്രം പെയിൻ ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പൊ ചികിത്സയ്ക്കായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഈ ലൈവിലൊക്കെ പറയണമെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ പുറത്താണ് എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. എനിക്കറിയത്തില്ല ബാക്കിയുള്ള കേസ് എങ്ങനെയാണെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. ഇനി വന്നാൽ നല്ലത്, വന്നിട്ട് വലിയ ഉപയോഗമൊന്നുമില്ല. അവനെ കൊണ്ടൊന്നും വലിയ ഉപയോഗമൊന്നുമില്ല. ആ വഴി അങ്ങ് പോണേ നല്ലത്. സായിയെ സംബന്ധിച്ച് ആ വഴി അങ്ങ് പോണേ നല്ലത്. വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. വായും അടച്ചു വെച്ചിരിക്കാനല്ലാതെ വേറെ ഒരു കാര്യത്തിനും കൊള്ളത്തില്ല. അതുകൊണ്ട് പുള്ളി പോട്ടെ, നല്ലത്. അല്ലെങ്കിൽ ഇവിടെ കിടന്ന ഒരാഴ്ചയിൽ നമുക്ക് ആക്റ്റീവ് അല്ലാതെ അല്ലെങ്കിൽ ഒന്നും സംസാരിക്കാതെ സേഫ് ഗെയിം കളിച്ച് പോകുന്ന ആൾക്കാരെയാണ് നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ ജയിലിലോട്ട് വിടുന്നത്. അത് എല്ലാ പ്രാവശ്യം പുള്ളിക്കാരൻ പറയുന്നുണ്ട്. പുള്ളിക്കാരൻ മീൻസ് നമ്മൾ ബിഗ് ബോസ് പറയുന്നുണ്ട്. പക്ഷെ ഇവരുടെ ഉള്ളിൽ ചെറിയ ഗെയിം ഒക്കെ ഉണ്ട്. ഇന്ന ആളെ പുറത്താക്കാം എന്നുള്ള കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് വെച്ചിട്ടാണ് ഇവർ ജയിൽ നോമിനേഷൻ ചെയ്യണം തന്നെ. ജിൻഡോനൊക്കെ പിടിച്ച് ജയിലിട്ട് കഴിഞ്ഞാൽ ഉള്ള കാര്യം ആലോചിച്ചൊക്കെ. അപ്പൊ ഇന്നത്തെ വിഷയം പ്രത്യേകിച്ച് ബിഗ് ബോസ് പറയുന്നുണ്ട്. അതായത് ഞാൻ എല്ലാ പ്രാവശ്യവും പറയുന്നുണ്ട്, നിങ്ങൾ അതൊന്നും കേൾക്കുന്നില്ല. പുള്ളിക്കാരൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പുള്ളി പറയുവാണ് ഇപ്രാവശ്യം പോവേണ്ടത് 4 പേരാണ് ഇപ്രാവശ്യം ജയിലിൽ പോവേണ്ടത്. 2 പേരെ നമ്മളെ പവർ ടീമിനും തീരുമാനിക്കാം, 2 പേരെ ബാക്കിയുള്ള മെമ്പേഴ്സിനും തീരുമാനിക്കാം. അങ്ങനെ പവർ ടീം തീരുമാനിച്ച 2 പേരാണ്, ഒന്ന് ഗബ്രിയും ഒന്ന് ജിൻഡോയും. ഈ ജിൻഡോയും ഗബ്രിയും വന്നതിന് ഏറ്റവും വലിയ കോമഡി, ഈ ബിഗ് ബോസ് വീണ്ടും എടുത്തു പറഞ്ഞു, ആ ആഴ്ചയിൽ ഏറ്റവും മോശമായ പ്ലേ ചെയ്യുന്ന ആൾക്കാരും അല്ലെങ്കിൽ സംസാരിക്കാതിരിക്കുന്ന ആൾക്കാരൊക്കെയാണ് പറയേണ്ടത്, അങ്ങനെയുള്ള ആളെ പറയേണ്ടത്. പക്ഷെ പുള്ളിക്കാരൻ ഈ പവർ ടീം പറഞ്ഞത് ഗബ്രിനെ ജിൻഡോനെ. ഗബ്രി, ജിൻഡോ, പിന്നെ നമ്മളെ ജാസ്മിൻ, പിന്നെ ശ്രീതു, ഇങ്ങനെയുള്ള കുറച്ച് പേരാണ് അവിടെ ഇച്ചിരി മുമ്പോട്ട് കൊണ്ട് പോകണതല്ല. വേറെ ആരും ഇല്ല അവിടെ ഈ മലമറച്ച് വെക്കണത് ബിഗ് ബോസിനകത്ത്. അപ്പൊ അത് ഈ പവർ റൂമിന്റെ ഒരു തീരുമാനം തെറ്റായി പോയി എന്നാണ് എനിക്ക് അതിന്റെ അഭിപ്രായം കേട്ടോ. പക്ഷെ അത് അങ്ങനെയല്ല ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരെ തീരുമാനിച്ചത് അഭിഷേകനെയും സിജോനെയാണ് നമ്മളെ മെമ്പേഴ്സ് ഒക്കെ തീരുമാനിച്ചത്. പക്ഷേ രണ്ടാമത് നമ്മളെ ബിഗ് ബോസ് പറഞ്ഞു ഈ 4 പേരൊന്നും അങ്ങനെ പോകാനൊന്നും പോകുന്നില്ല, 2 പേര് മാത്രമേ പോകുന്നുള്ളൂ. അത് നിങ്ങൾക്ക് തീരുമാനിക്കാം, ആരൊക്കെ 2 ടീമായിട്ട് ആരൊക്കെ വേണമെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഗെയിം ഉണ്ട്. ഒരു റബ്ബറിൽ ഒരു ബ്രഷ് കെട്ടി തൂക്കിയിട്ട് ഇങ്ങനെ തള്ളി വിടണം, ഗ്ലാസ്സിലോട്ട് ഇടുന്നത്. അതിൽ നമ്മുടെ ഗബ്രിയും ജിൻഡോ ആയിരുന്നു ഒരു ടീം, അഭിഷേകും സിജോ ആയിരുന്നു വേറെ ടീം. അപ്പം ഇതിൽ ജയിച്ചത് 7-8 ബ്രഷ് എന്തോ നമ്മുടെ ഇതിലിട്ട് ഗ്ലാസ്സിലിട്ട് നമ്മുടെ ഗബ്രിയും ജിൻഡോയിൽ മുക്തരായിരിക്കുകയാണ്. 4 പേരിൽ നിന്നും 2 പേര് മാറിയിരിക്കുകയാണ്. ബാക്കി 2 പേര്, അതായത് സിജോയും അഭിഷേകും മാത്രമേ ജയിലിലോട്ട് പോവുള്ളൂ. അല്ല, ഗബ്രി പറയുന്നത് കേട്ടു, സിജോ മറ്റേ നമ്മുടെ ജിൻഡോ എന്തെന്ന് അറിയത്തില്ല, ഞാൻ ഇന്ന് പറയുന്ന പോലെ എല്ലാം കേട്ടു, നന്നായിട്ട് കളിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ജിൻഡോ നന്നായിട്ട് കളിച്ചു, ഗബ്രി നന്നായിട്ട് കളിച്ചു, നല്ല പ്ലാനൊക്കെ ആയിരുന്നു അവരുടെ. ഓക്കെ, വന്നപ്പോൾ സിജോ ആദ്യം അടികൊണ്ട് പോയിട്ട് രണ്ടാമത് വന്നപ്പോൾ സിജോ പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു, എല്ലാവരും കാട്ട് തീ എന്നൊക്കെ പറഞ്ഞിട്ട് സിജോ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒന്ന് പൊങ്ങിയായിരുന്നു, വലിയ മാസൊക്കെ അടിച്ച് വന്നിരുന്നു കേട്ടോ. പക്ഷെ ആ ഒരു സംഭവം പിന്നീട് പുള്ളിക്ക് തന്നെ പണി കിട്ടി, മനസ്സിലായില്ലേ? ആ ഒരു കാട്ടുതീ എന്നുള്ള ഒരു വാക്ക് പിന്നീട് പുള്ളിനെ ഇങ്ങനെ അപ്പുറം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുക. ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ പറയുക, അവൻ കാട്ടുതീയായിട്ട് വരാൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്നു, പക്ഷെ ഇപ്പൊ കാട്ടുതീയല്ല. പുള്ളി ഇതിന്റെ എക്സ്പ്ലനേഷൻ കൊടുത്ത് മരിക്കുക ഈ പുള്ളിക്കാരൻ സിജോ.
വായിന്ന് വീണും പോയി, ഇനി മാറ്റാനും പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് സിജോ നിൽക്കുന്നത്. ഇത് വലിയ കോമഡിയാണ് കേട്ടോ. അങ്ങനത്തെ ഒരു അവസ്ഥയെ ഒന്ന് ആലോചിച്ച് നോക്കിയത്. എല്ലാവരോടും പറയണം ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചു, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചു, ഞാൻ കാട്ടുതീയായിട്ടെന്ന് അങ്ങനെ, അയ്യോ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല ഞാൻ എന്നൊക്കെ പറയുന്നു പുള്ളിക്കാരൻ. വെറും ഉടായിപ്പ് സിജോ. അതിനുശേഷം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ ശ്രീരേഖര ആക്ട്. നമ്മളെ കാഞ്ചനമാല എന്നല്ല, ഒരു റെഡ് സാരി കൊടുത്തിട്ട് പുള്ളിക്കാരത്തി തമിഴ് സംസാരിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു ആക്ട്. എൻ്റെ അമ്മ കിടിലായിരുന്നു കേട്ടോ. അത് കിടിലം സംഭവമായിരുന്നു. അത് ആദ്യമൊക്കെ ഹൗസിലെ മെമ്പേഴ്സൊക്കെ എല്ലാവരും ഒന്ന് ചിരിച്ച് തമാശയായിട്ട് കണ്ടിരുന്നുവെങ്കിലും പിന്നീട് പുള്ളിക്കാരത്തിൻ്റെ ആ ഒരു പെർഫോമൻസ് കണ്ടപ്പോൾ എല്ലാവരും ഒന്നിങ്ങനെ അന്താളിച്ച് നിന്നുപോയി. കാരണം അത് ശരിയാണ്, നമ്മൾ കാണുന്ന നമുക്കും അതൊരു ഒരു ഭയങ്കര ഒരു പ്രത്യേക ഒരു ഫീലാണ് നമുക്ക് തന്നത്. കാരണം പുള്ളിക്കാരത്തി നന്നായിട്ട് തമിഴ് സംസാരിച്ച് ഒരു തമിഴിലെ ഒരു വാക്ക് പോലും അല്ലെങ്കിൽ ഒരു വാക്ക് പറയുമ്പോൾ അതിന്റെ പ്രൊണൗൺസിയേഷൻ എങ്ങനെയാണ് അതുപോലെ തന്നെ കറക്റ്റായിട്ട് പുള്ളിക്കാരത്തി അത് പറഞ്ഞ് ഫലിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര രസമായിരുന്നു ആ ഒരു ആക്ടിങ് ആയാലും ഒരു സംഭവമായാലും എല്ലാം അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. 10ൽ 10 ഞാൻ കൊടുക്കും. എനിക്ക് എന്റെ ക്രീമിന്റെ സ്കിറ്റ് കളിക്കുന്ന സമയത്ത് നമ്മുടെ അർജുൻ ഇത് നമ്മുടെ പഴയ ഇങ്ങോട്ട് വരിക അങ്ങോട്ട് പോവാ, ഹൈ ഇവ എന്തായി കാണിക്കണേ എന്നൊക്കെ ഉള്ള വർത്താനം. നമ്മളിപ്പോ ഐസ്ക്രീമിന്റെ കാര്യം പറയാം, അത് പുള്ളിന്റെ ഇഷ്ടമാണ് എങ്ങനെ ചെയ്യണം എന്നുള്ളത്. പക്ഷെ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരു പഴമ കൊണ്ടുവരുന്നത് പുള്ളിക്കാരൻ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു കേട്ടോ. മറ്റേ ഇപ്പോഴത്തെ കാലത്തൊന്നും ഈ വരിക ഇരിക്കുക അങ്ങോട്ട് മാറി നിൽക്കുക എന്നുള്ള സംഭവങ്ങളൊന്നും ഇപ്പൊ അങ്ങനെ പറയാറില്ല. പറയുന്ന ആൾക്കാരുണ്ടാവും, പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നും മിക്ക വഴികളും അങ്ങനെ സംസാരിക്കാറൊന്നുമില്ല. വരിക അയ്യേ എന്തോന്ന് ഭവാനിയോ ഭവാനി എന്ന് അവളെ പേര് വിളിക്കുന്നത്, ഭവാനി അവര് വന്നിരിക്കണു കുട്ടിയെ വിളിക്കുക, അയ്യ എന്താ കൊള്ളാം, നല്ല പരിപാടിയൊക്കെ കൊള്ളാം. അതില് നമ്മുടെ ഗബ്രീന്റെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അർജുന്റെ അത്ര വലിയ അല്ലാട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ഗബ്രിയുടെ ആ ഒരു പെർഫോമൻസ് ഒക്കെ ഇഷ്ടം. ഗബ്രി എന്ന് പറഞ്ഞാൽ ഗബ്രി ടീമിന്റെ പെർഫോമൻസ് ഒക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ആ ഒരു സംഭവങ്ങളൊക്കെ ഗബ്രിന്റെ ആ ഒരു ഗബ്രി എന്നല്ല, ഞാൻ അങ്ങനെ ആ പവർ ടീം ഇപ്പൊ ബിഗ് ബോസ് കാണാൻ തോന്നണില്ല. ആദ്യം പറഞ്ഞാൽ എന്തറിയോ, നമുക്ക് ഒന്നും കണ്ടന്റ് ഒന്നും കിട്ടുന്നില്ല. നമുക്ക് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരണ്ടേ, നമുക്കൊരു റോസ്റ്റ് ചെയ്യണ്ടേ, നമുക്ക് അവരെ പറ്റി നമുക്ക് തോന്നുന്ന കാര്യം നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരണ്ടേ. അങ്ങനെ പറയാൻ പോലുള്ള സാധനങ്ങൾ നമുക്ക് തരുന്നില്ല. കാരണം എന്ന് വന്നാലും ഇങ്ങനെ ഇരുന്ന് അപ്പുറം ഇരുന്ന് കുറ്റം പറയുന്നല്ലാതെ വേറെ ഒരു കാര്യം പോലും എനിക്ക് കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ നാളത്തെ എപ്പിസോഡ് നമുക്കൊന്ന് കണ്ടിട്ട് പറയാം. അതിന് മുമ്പും നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നെങ്കിൽ എന്ന് ഒന്നുകൂടെ പറയണം. ഈ പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത് കേട്ടോ, കാരണം ഇത് നമ്മുടെ ആവശ്യമായി പോയില്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക കേട്ടോ. കമന്റ് മസ്റ്റ് ആയിട്ടും ചെയ്യണം കേട്ടോ. കമന്റ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ നിങ്ങളെല്ലാം മറക്കാതെ എന്നെ അങ്ങോട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഓക്കെ.